ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മുട്ട കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ചായക്കടയിൽ കിട്ടുന്ന വലിയ സൈസ് മുട്ട കേക്ക് അല്ല കേട്ടോ, വീടുകളിൽ ഉണ്ടാക്കുന്ന ചെറിയ സൈസുള്ള ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു മുട്ട കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കണ്ണൂരെല്ലാം കല്യാണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസോ ഉണ്ടെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ ചുട്ടെടുക്കും. ആ ചുട്ടെടുക്കുന്ന പലഹാരങ്ങളിൽ ഒരു പലഹാരമാണ് ഈ മുട്ട കേക്ക്. എന്നാൽ നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് നാൾ ഇരിക്കുന്ന പലഹാരമാണ് കേട്ടോ, പെട്ടെന്നൊന്നും മോശമൊന്നും ആയി പോവില്ല. അപ്പോൾ ഇത് ചുട്ടു വെച്ചാൽ കുറച്ച് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. വൈകുന്നേരത്തെ ചായക്കും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്കെല്ലാം ഇങ്ങനെ എടുത്ത് കഴിക്കാനെല്ലാം നല്ല ഒരു ടേസ്റ്റുള്ള പലഹാരമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് പലഹാരം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് മുട്ട കേക്ക് ഉണ്ടാക്കിയാലോ? അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് മുട്ട കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് സ്നാക്ക് ഐറ്റം ആയിട്ടുള്ള മുട്ട കേക്ക് ഉണ്ടാക്കിയാലോ? നമ്മൾ ചായക്കടയിലെല്ലാം കിട്ടുന്ന മുട്ട കേക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഒരു സൈസിലുള്ള മുട്ട കേക്ക് അല്ലേ? ഇത് ആ മുട്ട കേക്ക് അല്ല, നമ്മൾ വീടുകളിലെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു മുട്ട കേക്ക് കണ്ടിട്ടില്ലേ? ആ കേക്കാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പൊ സ്കൂളെല്ലാം പൂട്ടുമല്ലേ ചെയ്യുന്നത്, അപ്പൊ കുട്ടികളെല്ലാം വീട്ടിലുണ്ടാവും അല്ലെ? ആ ടൈമിന് നമുക്ക് അവരിടക്കിടക്ക് ഇങ്ങനെ കളിച്ചിട്ടെല്ലാം വരുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാനുണ്ടോ അമ്മയെന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റുന്ന, എന്നാൽ കുറേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസം നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സ്നാക്ക് ഐറ്റം ആട്ടാ. അപ്പൊ നമ്മളിപ്പം ഗൾഫിലെല്ലാം പോകുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് അമ്മമാരെല്ലാം ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റം ആയിരിക്കും. അധികം ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാലും ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടാ. എൻ്റെ വീട്ടിലെ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്നത്, നമ്മളിപ്പം ഗൾഫിലെല്ലാം വരുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടാ. എൻ്റെ ഫേവറേറ്റ് ആണ്. ചെറുപ്പത്തിലെ നമുക്ക് സ്കൂളെല്ലാം പൂട്ടുന്ന സമയത്തെല്ലാം വീട്ടിൽ എപ്പോഴും ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് കാര്യപ്പം, മുട്ടക്കേക്കും കാര്യപ്പും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ സ്കൂൾ പൂട്ടുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി വെക്കും കേട്ടാ. അതുപോലെ നമ്മളും നമ്മളെ മക്കൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുക കേട്ടാ. അപ്പൊ മുട്ടക്കേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം വെച്ചാല്, ഞാനിവിടെ 2 മുട്ടേന്റെ കണക്കിനാണ് എല്ലാ സാധനങ്ങളും എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. മൈദപ്പൊടിയിലാണ് ഇത് ഉണ്ടാക്കുക. 1 ഗ്ലാസ് മൈദപ്പൊടി, 1/4 ഗ്ലാസോളം പഞ്ചസാര. ഇത് നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെങ്കിൽ 1/2 ഗ്ലാസോളം പഞ്ചസാര എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ എടുക്കുന്ന സമയത്ത് മധുരം നല്ല ആവശ്യമുള്ളവര് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏത് ഗ്ലാസ്സിലാണോ മൈദപ്പൊടി എടുത്തെന്ന് വെച്ചാൽ അതിന്റെ 1/4 ഗ്ലാസോളം എടുക്കുക. മധുരം കുറച്ച് വേണ്ടുന്നവര് 1/2 ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതേ ഗ്ലാസിന്റെ അളവിൽ തന്നെയാണ് ഞാൻ ഒരു 1/2 ഗ്ലാസോളം റവ എടുത്തിട്ടുണ്ട്. ചില ആൾക്കാരൊന്നും മുട്ടക്കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് റവ കൂട്ടൂല, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് റവ കൂട്ടലുണ്ട്. റവ കൂട്ടുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും കേട്ടോ. പിന്നെ ഒരു 4-5 ഏലക്കായ വേണം. ഒരു നുള്ളി ബേക്കിംഗ് സോഡ കേട്ടാ. ബേക്കിംഗ് സോഡ ഇടാണ്ടും ഇത് ഉണ്ടാക്കാം. ഇത് ഇട്ടാൽ കുറച്ചും കൂടി ഫ്ലഫി പോലെ ഉണ്ടാവും, കുറച്ചിങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പൊ ഇത് ഇടാണ്ട്, ഇത് ഉപയോഗിക്കണം നിർബന്ധമില്ല, ഇടാണ്ടും ഇത് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു നുള്ള് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 1 സ്പൂണോളം നെയ്യ് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ മുട്ടക്കേക്ക് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് മുട്ടക്കേക്ക് ആക്കാൻ തുടങ്ങിയാലോ? ഫസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ പഞ്ചസാര ഉണ്ടല്ലോ, ഈ പഞ്ചസാര നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഏലക്കായ ഉണ്ടല്ലോ, അതിന്റെ തോട് കളഞ്ഞിട്ട് ഞാൻ കുരു മാത്രമാക്കി എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച 1/4 ഗ്ലാസോളം പഞ്ചസാര ഇതിലിട്ടിട്ട് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മുട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം കേട്ടോ. ഞാനിവിടെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പൊടിച്ച പഞ്ചസാരയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2 മുട്ടയുണ്ടല്ലോ, ആ 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചിട്ട് ഇത് ഒന്നുകൂടി അടിച്ചെടുക്കാം. പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാല്, ഒരു പാത്രം ഇങ്ങോട്ട് എടുക്കുക. നമ്മള് കുഴക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ മാവ് കുഴക്കണല്ലോ, അപ്പോൾ മുട്ടക്കേക്കിന്റെ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച
മൈദപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുക. ഒരു ഗ്ലാസ് മൈദപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഫാമിലിക്കെല്ലാം അത്യാവശ്യം എടുക്കേണ്ട ചായന്റെ കടീന്റെ മുട്ടക്കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു അര ഗ്ലാസ് റവയും കൂടി ഈ സെയിം മൈദപ്പൊടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു പിഞ്ച് കേട്ടാ, അത്രയും വേണ്ടു, ഇടുന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ബേക്കിംഗ് സോഡ തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ഫ്ലഫി ആയിട്ട് വരും, ഒരു പൊങ്ങി വരും, അത്രയേ ഉള്ളൂ. ഇട്ട് കൊടുക്കാണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് നന്നായി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ നേരത്തെ അടിച്ചു വെച്ച 2 മുട്ടയും 3/4 ഗ്ലാസ് പഞ്ചസാരയും ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ മുഴുവൻ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുമിച്ച് തന്നെ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഈ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടാ, പേടിക്കാനൊന്നുമില്ല. കുറച്ച് മൈദപ്പൊടി ചില സമയത്ത് ഓരോ മുട്ടന്റെ സൈസും അല്ലെങ്കിൽ പൊടീന്റെ വ്യത്യാസത്തിലെല്ലാം അങ്ങോട്ടോ ഇങ്ങോട്ടെല്ലാം ആകാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം ഒരു ഗ്ലാസ് ഇട്ട് നോക്കുക. എന്നിട്ട് ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ വരെ മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്പൂണെല്ലാം മാറ്റി വെച്ച് നമുക്ക് കയ്യിൽ നന്നായിട്ട് വാഷ് ചെയ്യാം. അതിനുശേഷം കൈനെ കൊണ്ടുതന്നെ നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ കുഴക്കുന്ന സമയത്തുണ്ടല്ലോ, ചെറുതായിട്ട് നമുക്ക് കൈക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. ആ ടൈമിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് നെയ്യ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്തു വെച്ച നെയ്യ്, അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് നെയ്യ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ഇത് നമുക്കൊന്ന് നന്നായിട്ട് കുഴക്കണം. കുഴച്ചിട്ടാകുമ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നെയ്യ് ഒഴിക്കുന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും മതി. ഒരു 2 സ്പൂൺ വരെ വെളിച്ചെണ്ണ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് ആ കൈക്ക് ഇങ്ങനെ പറ്റി പിടിക്കുന്നതുണ്ടല്ലോ, എന്തായാലും പറ്റി പിടിക്കും. കാരണം മുട്ടയും പഞ്ചസാരയും ഒക്കെ അല്ലേ. അപ്പോൾ കണ്ട ഈ ഒരു ഫോമിൽ ഉണ്ടാണ്, കണ്ട ഒട്ടിപ്പിടിക്കും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു ലൈറ്റ് ഒരു മഞ്ഞ കളർ മുട്ടക്കേക്കിന് ഒരു മഞ്ഞ കളർ പോലെ വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനൊരു മഞ്ഞപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കണ്ട ഇപ്പൊ നമ്മളെ കൈക്കെല്ലാം നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അല്ലേ. ഈ സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് നെയ്യ് എടുക്കുക. അത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. നെയ്യും കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ആ നെയ്യിന്റെ ഒരു സ്മെല്ലും അതും ടേസ്റ്റും എല്ലാം ഇതിലേക്ക് ഇറങ്ങി വരും. നമ്മൾ നെയ്യ് ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഇപ്പം നമ്മുടെ കൈക്കെല്ലാം ഒട്ടിപ്പിടിക്കുന്നെല്ലാം നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് വേണമെങ്കിൽ 1 സ്പൂണ് വെളിച്ചെണ്ണയില്ലേ, അത് നമുക്ക് കുറച്ചെടുക്കുക. ഇത്ര മതി. ഇതിന്റെ മുകളിലേക്കൂടി ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് ഒരു അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ സമയം ഇങ്ങനെ തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് മുട്ടക്കേക്ക് ചുട്ടെടുക്കാം. കുറച്ച് 1 സ്പൂൺ വരെ വെളിച്ചെണ്ണയെ തേക്കണ്ടു കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് ഇടാം 1 സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുക. ഇനി നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാം. ഇനി ഒരു അരമണിക്കൂർ സമയം നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് മുട്ടക്കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മൾ മുട്ടക്കേക്കിന്റെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ആയി കേട്ടോ. കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കണം. ഈ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് കുറച്ച് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ നേർപകുതിക്കേക്കിടെ 2 പോർഷനാക്കി മാറ്റുന്നുണ്ട്. കണ്ടോ. ഇതുപോലത്തെ 2 ബോൾസ് ആക്കി മാറ്റുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ കൈക്ക് ഇങ്ങനെ പറ്റൂല. എന്നാലും ഇൻ കേസ് കൈക്ക് നന്നായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് കൈക്ക് തടയി കൊടുത്താൽ മതി കേട്ടോ.
നമ്മൾ 2 ബോൾസും ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം പരത്തുന്നില്ലേ, അതുപോലെ തിന്നായിട്ടല്ല കേട്ടാ, കുറച്ച് കട്ടിക്കണ പരത്തിയെടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ പരത്തേണ്ടത്. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല്, പുതുതായിട്ട് ഈ കുക്കിംഗ് എല്ലാം പഠിക്കുന്നവരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. കാരണം ഞാൻ ഈ കുക്കിംഗ് എല്ലാം പഠിക്കുന്ന സമയത്ത് എനിക്കും ഓരോ റെസിപ്പീസ് എല്ലാം കണ്ടാല് ഒന്നും മനസ്സിലാവില്ല. കാരണം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും. അപ്പോ ഇങ്ങനെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പല അബദ്ധങ്ങളും പറ്റലുണ്ട്. അതുകൊണ്ട് അതുപോലെ ഇനി വരുന്നവരിക്കും അങ്ങനെ പറ്റരുത് എന്നുള്ള ഇതിലാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട്, കാരണം ഞാനും ഇതുപോലെ പഠിച്ചു വന്നത് തന്നെയാണ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനിവിടെ മാവ് 2 ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കുക. നമ്മൾ ചപ്പാത്തിന്റെ പലക ഉണ്ടല്ലോ, അതിങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോ ചപ്പാത്തിന്റെ പലക ഇടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഒന്നിക്കിൽ നെയ്യ് തടയി കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഡ്രോപ്പ് വരെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചപ്പാത്തിന്റെ പലകേന്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ മാവ് ഇങ്ങനെ പരത്തി എടുക്കുമ്പോണ്ടല്ലോ, എന്നിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണ നമുക്ക് കൈക്കും ഇതാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച മാവുണ്ടല്ലോ, അതിങ്ങോട്ട് എടുക്കുക, എന്നിട്ടൊന്ന് ഇതാക്കി എടുക്കുക. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഈ മാവ് നമ്മളിങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് പൊടിയൊന്നും ഇട്ടിട്ടുള്ളല്ലോ പരത്തി എടുക്കുക. അങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടിപ്പിടിക്കൂല, ചപ്പാത്തിന്റെ പലകയില് ഒട്ടിപ്പിടിക്കൂല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരത്തി എടുക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ചപ്പാത്തിന്റെ കോൽ ഇങ്ങോട്ട് എടുക്കുക, അതിനും നമ്മൾ ബാക്കിയുള്ള വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കി ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. നന്നായി തിന്നാകാനും പാടില്ല, എന്നാല് അധികം കട്ടി ഉണ്ടാകാനും പാടില്ല. പലകയൊന്ന് തിരിച്ചു വെച്ചോ, കാരണം ഇത് ഇങ്ങനെ എടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്കൊന്ന് തിരിച്ച് പരത്തി എടുക്കുന്നതല്ലേ. അപ്പം ഈ ഒരു കനത്തില് നമുക്ക് പരത്തിയെടുക്കാം. നല്ല കാണാനൊരു ഭംഗിയുണ്ട്. നന്നായി തിന്നായാലും ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാണാൻ. അപ്പൊ ഞാനിവിടെ ഷേപ്പ് ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടാ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കും. അപ്പൊ ഒരു കത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഡയമണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ഒന്ന് ചെരിച്ചിട്ട് ഒന്ന് വെട്ടുക. ഒരു പീസിന് ചെരിച്ചങ്ങ് വെട്ടുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും. അപ്പൊ നടുക്കേക്കടി ഒരു കുത്തിട്ട് കൊടുക്കുക. കണ്ടോ, ഈ ഒരു ഷേപ്പിലും ഈ ഒരു കനത്തിലും നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം അടുത്ത് വെക്കുക, അതിലേക്ക് പ്ലേറ്റിലേക്ക് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതിനെ മാറ്റിയിട്ട് വെച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചു കൊടുക്കാം. നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് 2 ആളെല്ലാം ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ലതാ. ഒരാൾ പരത്തുക, ഒരാൾ ചുടുക. വീട്ടില് ഉണ്ടാക്കുന്ന സമയത്ത് അമ്മേന്റെ കൂടെ ഞാനും നിൽക്കും കേട്ടോ. ചെറുപ്പത്തിൽ എനിക്ക് ഇതിനോടെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പം ഇതൊക്കെ ചെയ്യാൻ ഞാനും നിൽക്കും, കട്ട് ചെയ്യാനും പരത്താനൊക്കെ. നമ്മളെ വീട്ടിൽ പണ്ട് ഈ പലഹാരങ്ങളൊന്നും ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങിക്കലെല്ലാം കുറവ് തന്നെയായിരുന്നു. കൂടുതലും അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഉണ്ടയോ, തരിയുണ്ടയോ, അല്ലെങ്കിൽ മുട്ട കേക്കോ കാര്യപ്പോ എന്തെങ്കിലും ഉണ്ടാവും. ബേക്കറി സാധനം പൊതുവെ വാങ്ങിത്തരല് കുറവായിരുന്നു പണ്ടൊക്കെ. അതുപോലെ നമ്മളും നമ്മളെ മക്കൾക്കെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. എത്രത്തോളം പോസിബിൾ ആണ് എല്ലാവർക്കും ഒന്നും അറിയില്ല, എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക ടൈം ഉണ്ടെങ്കിൽ. അപ്പൊ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ നിറച്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഉണ്ടയാണ് എനിക്ക് ഇത്രയും എണ്ണം കിട്ടിയത് കേട്ടാ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു ബോളും കൂടി ഉണ്ട് പരത്തിയെടുക്കാൻ. അപ്പൊ അതും കൂടി പരത്തിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ 2 ഉണ്ട ആ മുട്ടക്കേക്കിന്റെ മാവും ഇതുപോലെ പരത്തി
കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്ര എണ്ണാണ് എനിക്ക് ആ ഒരു അളവിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടക്കേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ടക്കേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലിവിടെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ എല്ലാം എടുത്തു വെക്കണം കേട്ടോ. നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് ഇടാനുള്ള ഒരു അരിപ്പക്കയിലും ഒരു പാത്രം എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ എടുത്ത മുട്ടക്കേക്കിന്റെ ഇതും സൈഡിൽ തന്നെ എടുത്തു വെക്കുക. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോരോ മുട്ടക്കേക്കായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചെണ്ണ ഒരുമിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ മുട്ടക്കേക്ക് ഇടുന്ന സമയത്ത് ഓയിലിന് അത്യാവശ്യം ചൂടുണ്ടാകണം. എന്നാൽ ഓവറായിട്ട് ചൂടുണ്ടാകാനും പാടില്ല, അന്നേരം ഉൾഭാഗം അങ്ങോട്ട് വെന്ത് കിട്ടില്ല കേട്ടോ. ഇപ്പൊ നോക്കിയിട്ട് ഓരോരോ മുട്ടക്കേക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റി കൊടുക്കുക കേട്ടോ. കണ്ട, ഓരോന്നാകുന്നതിന് കണക്കായിട്ട് അതന്നെ പൊന്തി അടിമറിഞ്ഞു വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ മുട്ടക്കേക്ക് ഉണ്ടാക്കാത്തവർ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. കണ്ട, എല്ലാം ഒരുവിധം വൺ സൈഡ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന് ഓരോന്നിനെയും തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറ്റേ സൈഡും ഇതുപോലെ വെന്ത് വരും. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിനെ പെട്ടെന്ന് കരിഞ്ഞു പോകും, പക്ഷെ ഉൾഭാഗം വേവില്ല. അതുകൊണ്ട് തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. പക്ഷെങ്കിൽ എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പോൾ നല്ല തീയും വേണം കേട്ടോ. നല്ല ഫ്ലെയിമിൽ ഇട്ടിട്ടേ നമ്മൾ എണ്ണയിൽ നിന്ന് ഏത് സാധനവും കോരി എടുക്കാൻ പാടുള്ളൂ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കോരി എടുത്താൽ ഈ അപ്പങ്ങളെല്ലാം ഏതപ്പായാലും എണ്ണ കുടിക്കും. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പം നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്ക് കോരി എടുക്കണം. ഇടുന്ന സമയത്ത് മിതമായിട്ട് ഒരു ചൂടും എണ്ണക്ക് വേണം. ഇട്ട് കഴിഞ്ഞ ഒരു സ്ലോ കുക്കിംഗ് മതി കേട്ടോ, എന്നാലേ ഉള്ളെല്ലാം നന്നായിട്ട് വേവുള്ളൂ. കണ്ടോ, അടിപൊളിയല്ലേ? നമ്മൾ കണ്ണൂരെല്ലാം അധികം കല്യാണത്തിനെല്ലാം തലേന്നെല്ലാം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ അപ്പെല്ലാം ഉണ്ടാക്കും കേട്ടോ. കാരിയപ്പം, കോയലപ്പം, മുട്ടക്കേക്ക്. നമ്മളെ അങ്ങോട്ടെല്ലാം ഇത് എല്ലാ വീട്ടിലും ഉണ്ടാക്കുക തന്നെ ചെയ്യാം. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കൽ കുറവ് തന്നെയാണ്. അതെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഒരു നല്ലൊരു ഇതല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട മുട്ടക്കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഏകദേശം ഈ ഒരു കളറ് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഒറ്റപ്പിടി എണ്ണ കുടിക്കൂല കേട്ടാ, അങ്ങനെയുള്ള ഒരു പലഹാരമാണ്. കണ്ടോ, ഇപ്പം തന്നെ അതിന്റെ എണ്ണ ഒട്ടും ഇതിന്റെ മുകളിലില്ലല്ലോ. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? അപ്പൊ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ എല്ലാ മുട്ടക്കേക്കും നമുക്ക് ബാക്കിയുള്ള മുട്ടക്കേക്ക് മുഴുവൻ ഇതുപോലെ ചുട്ടെടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ചുട്ടെടുക്കാം. മുഴുവൻ ചുട്ടെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ മുട്ടക്കേക്ക് ഉണ്ടാക്കിയിട്ട് ഏകദേശം തീരാനായിട്ടുണ്ട്. ഈ ഒരു അളവിന് ഒരു 10-70 മുട്ടക്കേക്ക് എന്തായാലും കിട്ടും കേട്ടോ. ഒരു ഗ്ലാസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവര് ഒരു ഗ്ലാസിന്റെ അളവ് വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെയും ഉണ്ടാക്കാലോ. അത്ര വലിയ പണിയൊന്നും ഇല്ല. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ കുറച്ച് വീഡിയോ ലെങ്ത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേട്ടോ. ഈ സ്നാക്ക് ഉണ്ടാക്കിയാൽ കുറേ ദിവസം നമുക്ക് പിന്നെ ചായന്റെ കടീന്റെ കാര്യം ആലോചിക്കണ്ട. കുറേ നാളത്തേക്ക് നിൽക്കും. അങ്ങനെ പെട്ടെന്ന് പോയി പോവില്ല. നിങ്ങൾ ഇതിൽ ഉപ്പിടുന്ന സമയത്തുണ്ടല്ലോ, മുട്ടയും പഞ്ചസാരയും കൂടി നമ്മൾ മിക്സിയിലിട്ട് അടിക്കൂലേ, ആ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തോട്ടോ. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഉപ്പ് അവിടെ ഇവിടെയും കടിക്കുന്ന പോലത്തെ ഫീലിംഗ് ഉണ്ടാവും. അപ്പം ഉപ്പ് ചേർത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് ഈ അരപ്പത്തിനൊരു ചൊടര് കിട്ടും. ചൊടര് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കുറച്ചൊരു നല്ലൊരു ടേസ്റ്റ് കൂടുതൽ തോന്നും. ഏതും മധുരത്തിന്റെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് നിൽക്കൂല. ഇല്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യും. ആ മിസ്സിങ് ഇല്ലാണ്ടാക്കാനാണ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. മധുരത്തിന്റെ കൂടെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് ആ എന്തോ ഒരു മിസ്സായത് ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മളെ ഈ മുട്ടക്കേക്ക് ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ എത്ര എണ്ണ ഒഴിച്ചു കൊടുത്തെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടാ. ഒറ്റത്തുള്ളി ഇതിൽ എണ്ണ കുടിക്കൂല. അതാണ് ഈ ഒരു അപ്പത്തിന്റെ വേറൊരു ഗുണം.
അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ചു നാൾ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഈ എണ്ണയെല്ലാം ഓവറായിട്ട് കുടിക്കുന്ന അപ്പല്ലേ പെട്ടെന്ന് പോയി പോകുന്നത്. ഇങ്ങനെയുള്ള അപ്പങ്ങളെല്ലാം അങ്ങനെ പെട്ടെന്ന് പോയി പോയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? എന്തായാലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കുന്നാലും ഉണ്ടാവും, എന്നാലും ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് മുട്ട കേക്ക് വന്നു കേട്ടോ. ഇവിടെ ഞാൻ ചുടുന്നത്. അപ്പൊ നമ്മളെ മുട്ട കേക്ക് ഇതും കൂടി ആയാലും റെഡിയായി. അപ്പൊ ലാസ്റ്റ് ട്രിപ്പ് മുട്ട കേക്കും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അടന്ന് റെഡിയായി വരട്ടെ, അതിനുശേഷം കാണാം. അപ്പൊ നമ്മളെ ലാസ്റ്റ് ട്രിപ്പും മുട്ട കേക്ക് ഇവിടെ റെഡിയാകാൻ പോകുന്നു കേട്ടോ. നല്ലോണം കത്തിച്ചു കൊടുക്കാൻ പാടില്ല, സിമ്മിലിട്ട് തന്നെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കണം. കാരണം ഇല്ലെങ്കിൽ ചില സമയത്ത് ഉൾഭാഗം വേവില്ല. നന്നായിട്ട് തീ കത്തിച്ചു കൊടുത്താൽ ഉൾഭാഗം വേവില്ല. ഇടുന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ടാവും. പിന്നെ അങ്ങോട്ട് തീ ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റുക. പിന്നെ എടുക്കാൻ നേരത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ഇല്ലെങ്കിൽ എണ്ണ കുടിക്കുകയും ചെയ്യും. ഇല്ല, ഈ അപ്പം പൊതുവെ എണ്ണ കുടിക്കാത്തതാണ്. ഒറ്റത്തുള്ളി എണ്ണ കുടിക്കില്ല. കണ്ടോ, ഞാൻ എത്ര എണ്ണ ഒഴിച്ചിന് അത്ര എണ്ണ ഓയിൽ ഇതിൽ ഇപ്പോഴും ബാലൻസ് ഉണ്ട്. പക്ഷെ ഒട്ടും ഓയിൽ ഇല്ലാണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റില്ല. അപ്പൊ ഇത് നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു കളറിൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം കേട്ടോ. കുറച്ചു സമയം കൂടി ഇരുന്നാല് അത് കറുപ്പ് അടിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു കളറുള്ള സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മളെ മുട്ട കേക്ക് ഇവിടെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മളെ മുട്ട കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാ, അടിപൊളിയല്ലേ? ഇങ്ങനെ ഉണ്ടാക്കാത്തവരെ ഒരിക്കലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് വെന്തിനോ നമുക്ക് നോക്കാം. കണ്ടാ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിനി. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പം ഇങ്ങനെ മുട്ട കേക്ക് ഉണ്ടാക്കാത്തവര് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.